നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് കൊണ്ടോട്ടി റോട്ടറി ക്ലബ്ബ് ഡയാലിസിസ് മെഷീൻ നൽകും. ഔപചാരിക ഉദ്ഘാടനം 17-ന് റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടറിയൻ ഡോക്ടർ സന്തോഷ് ശ്രീധർ നിർവഹിക്കും. രാവിലെ 10:30 കൊണ്ടോട്ടിയിലെ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററിലേക്ക് ഒരു ഡയാലിസിസ് മെഷീൻ ഈ ക്ലബ്ബ് സംഭാവന ചെയ്യുകയാണ്. ഏറെക്കാലമായി അതിൻ്റെ ചെയർമാനും ബന്ധപ്പെട്ട ആളുകളും ഞങ്ങളോട് ഈ കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കൊണ്ടോട്ടിയെ സംബന്ധിച്ചിടത്തോളം രോഗികൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സാംസ്കാരിക സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നുള്ളതുകൊണ്ട് റോട്ടറി ക്ലബ്ബ് കൊണ്ടോട്ടി ഈ കാര്യങ്ങൾക്കാണ് വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, ഈ 2-3 വർഷത്തിൻ്റെ ഇടയിൽ നിരന്തരമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ ഒരു ദിവസം നിർധനരായ 3 രോഗികൾക്ക് കൂടി ഡയാലിസിസ് ചെയ്യാൻ സാധിക്കും. മറ്റുള്ളവരുടെ ക്ഷേമത്തിനും സന്തോഷത്തിനും വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളതാണ് റോട്ടറിയുടെ പ്രഖ്യാപിത നയമെന്നും ഭാരവാഹികൾ പറഞ്ഞു. റോട്ടറി ക്ലബ്ബ് ചാരിറ്റി രംഗത്ത് വളരെയധികം മനോഹരമായി ശോഭിച്ചിരിക്കുന്ന ഒരു ക്ലബ്ബാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഡയാലിസിസ് മെഷീൻ അല്ല, ഇതിൻ്റെ മുന്നേ ഇതിലും വലിയൊരു ചാരിറ്റി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അത് 60 വീൽ ചെയർ കൊടുത്തിട്ട് ഇവിടെ വലിയൊരു പ്രൊജക്റ്റാണ് നമ്മളെ ക്ലബ്ബ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഡയാലിസിസ് കേന്ദ്രത്തിൽ 44 മെഷീനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ 250-ൽ പരം ആളുകൾക്ക് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. കൂടുതൽ ആളുകൾ അഭ്യർത്ഥനയുമായി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയാണെന്ന് ഡയാലിസിസ് സെന്റർ ചെയർമാൻ PA ജബ്ബാർ ഹാജി അറിയിച്ചു. അർഹരായ ആളുകൾക്കും സംഘടനകൾക്കുമായി 60 വീൽ ചെയറുകൾ നൽകിയതുൾപ്പെടെ കൊണ്ടോട്ടി റോട്ടറി ക്ലബ്ബ് ഒട്ടനവധി ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ഓഫീസ്, വില്ലേജ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലൊക്കെ ആവശ്യമായ സഹായങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്ന മുറയ്ക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലും ഇൻ്റർനാഷണൽ സഹായം തേടിക്കൊണ്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഷാജി മഠത്തിൽ, സെക്രട്ടറി P അബ്ദുറഹ്മാൻ, VA ദേവസ്യ, M പ്രഭാകരൻ, ഷിജു പുത്തൻപുരയ്ക്കൽ, റഷീദ് ചുള്ളിയൻ എന്നിവർ പങ്കെടുത്തു. എയർ1 കൊണ്ടോട്ടി. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.